തൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമിയായ ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവായി നിലനിൽക്കുന്ന മദീന നഗരത്തിലെ മസ്ജിദുൻ നബവിയിലെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം. ആലസ്യങ്ങൾ ഒഴുകി ആത്മാവിൽ ആദർശത്തിന്റെ ആനന്ദങ്ങളെ അതുല്യമായി സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് അനുയായികളോട് ഫജ്ർ നമസ്കാരാനന്തരം ലോകത്തിന്റെ തിരുദൂതർ വിശ്വഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പതിവായ ആത്മജ്ഞാനത്തിന്റെ പുലരിയിലേക്ക് ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. പതിവ് പോലെ ഒരു പ്രഭാഷണമായിരുന്നില്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ തൊടുന്ന ഒരു ചോദ്യമായിരുന്നു അന്ന്. തന്റെ മുമ്പിൽ നിരന്നു നിൽക്കുന്ന ആധ്യാത്മികതയുടെ അത്യുന്നമായ തലങ്ങളിലേക്ക് തങ്ങളുടെ ആത്മാവിനെ ചേർക്കാൻ വെമ്പൽ നിൽക്കുന്ന അനുയായികളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യം വന്നു. മൻ അസ്ബഹ മിൻകും സ്വായിമ, ഇന്ന് ആരാണ് നിങ്ങളിൽ നോമ്പുകാരനുള്ളത്? ഒരാൾ എഴുന്നേറ്റ് നിന്നു, അനയാ റസൂലല്ലാഹ് നബിയെ, ഞാനുണ്ട് നബിയെ. രണ്ടാമത് ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരാണ് മൻ അത്അമ മിൻകും ജാഇയ, വിശക്കുന്ന ഒരാൾക്ക് ഒരൽപ്പം വിശപ്പടക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്ന മഹാപുണ്യം ഇന്ന് ചെയ്തതാരാണ്? ആദ്യം എഴുന്നേറ്റ ആൾ തന്നെ രണ്ടാമതും എഴുന്നേറ്റു, അനയാ റസൂലല്ലാഹ് നബിയെ, ഞാനുണ്ട്. മൂന്നാമത്തെ ചോദ്യം ചെയ്തു, മൻ ആദ മിൻകും മരീള, ഇന്ന് ആരാണ് നിങ്ങളിൽ ഒരു രോഗിയെ സന്ദർശിച്ചത്? പുലർകാലം പൊട്ടിവിടരുന്നതിന് മുമ്പേ സുഹൃതങ്ങളുടെ വലിയ പരമ്പരകളുടെ ചോദ്യം ഉയർന്നപ്പോ ആദ്യവും രണ്ടാമതും എഴുന്നേറ്റ അതേ ആൾ തന്നെ മൂന്നാമതും ആ നടുക്കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റതെന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ് നബിയെ, ഞാനുണ്ട് നബിയെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ആ മഹാ പുലരിയിൽ എഴുന്നേറ്റ് നിന്ന ആ മഹാമനുഷ്യന്റെ പേരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പ്രഭാതം ആരംഭിക്കുന്നതിന് മുമ്പേ അദ്ദേഹം അന്ന് നോമ്പുകാരനാണ്. ഒരു പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിക്ക് അദ്ദേഹം പരിഹാരം കണ്ടിട്ടുണ്ട്. അഗതികളും അനാഥരും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായി കിടക്കുന്ന ഒരു രോഗിയെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, എല്ലാവിധ സുഹൃതങ്ങളുടെയും സമ്മിശ്രമായ ഒരു രൂപമായി ഒരു ജീവിതത്തിന് ആയുസിന്റെ പ്രഥമ ഭാവങ്ങളെ തുടരാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോ ആ സമയത്താണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസമാണ് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബ, ഇന്നലിൽ ജന്നത്തി അബ്വാബ സമാനിയ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും അനുസ്യൂതമായി പ്രവഹിച്ചിറങ്ങുന്ന പടച്ചതമ്പുരാനവന്റെ വിശ്വാസികൾക്ക് സമ്മാനമായി നൽകുന്ന ഈ ലോകത്തിലെ കർമ്മങ്ങൾക്ക് മുഴുവനും അല്ലാഹു ഉചിതമായ പരിഹാരമായി വെച്ച അല്ലാഹുവിന്റെ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ ഒരു കവാടത്തിന്റെ പേര് ബാബുസ്വലാഹ്, നമസ്കാരത്തിന്റെ കവാടം എന്നാണ്. ഈ ദുനിയാവിലെ ഏറ്റവും കൂടുതൽ നമസ്കാരത്തെ ഇഷ്ടപ്പെട്ടവരെ ആ സ്വർഗത്തിന് ആ കവാടത്തിലൂടെ വിളിക്കപ്പെടും. നോമ്പിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരെ ബാബുർ റയ്യാൻ എന്ന കവാടത്തിലൂടെ മലക്കുകൾ സ്വാഗതം ചെയ്യും. സക്കാത്തിനെ കൊടുക്കുന്നതിനെ ഒരു വലിയ ഹരമായി കണ്ട ആളുകൾ, അവരെ അല്ലാഹു ബാബു സക്കാത്തിലൂടെ മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യും. ഇങ്ങനെ 8 കവാടങ്ങളിൽ സുന്നത്ത് നോമ്പുകളെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ ആ കവാടത്തിലൂടെ സ്വാഗതം ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് നാം കേട്ടു പരിചയിച്ച ഈ ഹദീസ് പറയുമ്പോ ആ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാഹ്, ഈ 8 കവാടങ്ങളിലൂടെയും ഒരാളെ തന്നെ ഒരേ സമയത്ത് സ്വാഗതം ചെയ്യപ്പെടുമോ നബിയേ? കർമ്മകാണ്ഡങ്ങളിൽ നന്മകളുടെ പരിപ്രേക്ഷത്തെ ചേർത്ത് വെച്ച് തന്നെ ആയുസ് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സന്തത സഹചാരി
അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ആമുഖമില്ലാതെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായൊരു ഭാഗത്തേക്ക് നിങ്ങളെ സൂചിപ്പിക്കുകയാ. നബിയെ, 8 കവാടങ്ങളിലൂടെയും അല്ലാഹുവിന്റെ മലക്കുകൾ ഒരേ സമയത്ത് സ്വാഗതം ചെയ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ നബിയെ എന്നല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട് സിദ്ദീഖേ, അത് നിങ്ങളാണ്. നാളെ സ്വർഗത്തിന്റെ മുമ്പിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലുമ്പോ സക്കാത്തിന്റെ മാതിരിലൂടെ അവിടുത്തെ മലക്കുകൾ, ബാബു സലാത്തിലൂടെ അവിടുത്തെ മാലാകമാർ, 8 കവാടങ്ങളിലെയും അല്ലാഹുവിന്റെ മലക്കുകൾ ഒന്നിച്ച് സിദ്ദീഖേ ഇതിലേ കടന്നു വരൂ എന്ന് 8 കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന രീതിയിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നമസ്കാരവും ഇഷ്ടമാ, സക്കാത്തും ഇഷ്ടമാ, നോമ്പും ഇഷ്ടമാ എന്ന് വേണ്ട ദുനിയാവിലെ ഏതൊക്കെ ഖൈറുകളുണ്ടോ ആ ഖൈറുകളെയൊക്കെ പ്രണയിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സന്തത സഹചാരി, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വിശേഷണ പേര് പോലെ വസാഹിബ് റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ സാഹിബ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട, ഇത് അഖ്റജഹുല്ലദീന കഫറൂ സാനിയ സിനൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും വൈക്ലഭ്യങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ ചൂഴ്ന്നു നിന്ന് പ്രതികൂല സാഹചര്യത്തിലെ ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് സൗറുഗുഹയിലിരുന്നിട്ട് ഭയക്കണ്ട നബിയെ, അല്ലാഹു കൂടെയുണ്ടാകുമെന്ന് ആശ്വസിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി തങ്ങളുടെ സാഹിബ് എന്ന കപരനാമത്തിൽ അറിയപ്പെട്ട ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കർ, അല്ലാഹു അല്ലാതൊരു സദീഖിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പടച്ചറപ്പിനിക്ക് തന്നിരുന്നെങ്കിൽ, അല്ലാഹു അല്ലാതൊരു ഖലീലിനെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു ഒരു ഭാഗ്യവും ഒരു അവസരവും എനിക്ക് തന്നിരുന്നെങ്കിൽ അത് ഞാൻ എൻ്റെ സിദ്ദീഖിനെ തിരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഞ്ചമ്പകപ്പൂ തേനിതര അതളങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഹബീബായ നബി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആലയുടെ പിതാവായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമ്മളൊക്കെ വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുത്ബയിൽ ഖതീബായ മദനി ഉസ്താദ് ഓതാറുണ്ടല്ലോ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ ബിത്തസ്ദീഖ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിന്റെ ഈമാനിക ലോകത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പദവിയുടെ കാര്യത്തിൽ രണ്ടാമനായി ദ്വിതീയനായ സ്ഥാനം കിട്ടിയ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഒരു വിശ്വാസി എന്ന രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടാവാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മീയ ലോകത്ത് പോലും അഹങ്കാരത്തോടെ നിൽക്കാൻ ഇതിനേക്കാൾ വലിയൊരു സ്ഥാനം ലോകത്തൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ലോകത്ത് അദ്ദേഹത്തിന്റെ പദവിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ? ഇതേ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത്രയേറെ പദവികളും ഇത്രയേറെ പ്രതിഫലങ്ങളും ഇത്രയേറെ നന്മകളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോവിചാരം എന്താ? മദീന അങ്ങാടിയിലൂടെ ഈത്തപ്പന മരത്തിന്റെ ചോട്ടത്തിലൂടെ സഹാബത്തുമായി നടന്നു പോകുമ്പോ ആ സമയത്ത് ഈത്തപ്പന മരത്തിന്റെ ഓലകളുടെ ചില്ലകളിൽ ഇരുന്നിട്ടൊരു പക്ഷി ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയത്രേ. സഹാബത്ത് ചോദിച്ചു, സിദ്ദീഖേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചവേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി,
ആ ഈത്തപ്പന മരത്തിന്റെ ഓലകളിൽ നിന്ന് പറന്ന് നടക്കുന്ന പറവയെ നോക്കിയിട്ട് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ അലൈതനീ കുന്തു ത്വായിറാ, അല്ലാഹുവേ ഞാൻ ഇതുപോലൊരു പറവയായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ, ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ. ആ പക്ഷിയെ ഒന്ന് നോക്കി, ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് പറക്കുന്നു. അത് എവിടെന്നെങ്കിലും വെള്ളമെടുത്തു കുടിച്ചു വയറ് നിറക്കുന്നു. എന്നിട്ടത് ഈ മരത്തിൽ വന്ന് കൂട്ടുകൂടിയിട്ടത് ചത്തുപോകുന്നു. ആ പറവയ്ക്ക് നാളെ പടച്ചവന്റെ മുമ്പിൽ വിചാരണയില്ലല്ലോ. ആ പറവയ്ക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതത്തെ കുറിച്ച് സമാധാനം പറയേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈത്തപ്പന മരത്തിന്റെ ഓലകളുടെ ചില്ലുകളിൽ നിന്ന് പറന്നു പോകുന്ന പക്ഷിയെ നോക്കി മദീന നഗരത്തിന്റെ മരുഭൂമിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു പോയി. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞില്ല സഹോദരങ്ങളെ, കഴിഞ്ഞില്ല. മദീന പള്ളിയുടെ ഓരത്തൊരു ദിവസം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് വെളിയിലോട്ടിടുന്നുണ്ട്, പിന്നെ അത് അകത്തോട്ടിടുന്നുണ്ട്. നാവ് വെളിയിലേക്ക് ഇടും എന്ന് തന്റെ വിരൽ കൊണ്ട് ആ നാവിൽ ഇങ്ങനെ അടിച്ചിട്ട് ആ നാവിനോട് പറയാറുണ്ടായിരുന്നത്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹാദാ ഔറദനീ അൽ മവാരിദാ, എന്റെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയുന്നത് ഈ നാവാണ്. നാവേ അടങ്ങിക്കിടക്കണേ, നാവേ അടങ്ങിക്കിടക്കണേ എന്ന് പറഞ്ഞ് ഇസ്ലാമിക ലോകത്ത് പ്രവാചക പുങ്കവര് കഴിഞ്ഞാൽ പ്രഥമമായി ഗണിക്കപ്പെടുന്ന സൽക്രമങ്ങളുടെ വലിയൊരു കൂടാരത്തെ തന്നെ ചെയ്തു തീർത്ത മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇത്രമേൽ അല്ലാഹുവിലേക്ക് അടുത്ത ആളായിട്ടും അല്ലാഹുവിന്റെ റസൂല് സ്വർഗ്ഗമുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞിട്ടും ഇത്രമേൽ ഭയചകിതരായി തന്റെ ജീവിതത്തെ വിചാരണ ചെയ്യപ്പെടാൻ മാത്രം ആ ഖൈറുകൾ ചെയ്തിട്ട് പോലും ആ ഖൈറുകളിൽ അഭിരമിക്കാതെ നാളെ അല്ലാഹുവിന് മുമ്പിലോട്ട് കടന്നു പോകുന്ന ദിവസത്തെ കുറിച്ച് ഭയചകിതനായി ജീവിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മുഅ്മിനേ മുഅ്മിനത്തെ, ഓരോ ദിവസവും ഇങ്ങനെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ നമുക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ ചെയ്ത ഖൈറുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഖേദമുണ്ടോ? കൊഴിഞ്ഞു പോകുന്ന ആയുസ്സുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ഓരോ ദിവസങ്ങളും ആട്ടവും പാട്ടവും ഇങ്ങനെ ശേൽക്കാരവും ഒക്കെയായി കടന്നു പോകുമ്പോ ആത്മീയ ലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുന്നതാരാ? ഓരോ ദിവസവും നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രയാ? ഉദാഹരണമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് ജനുവരി 24-ാം തീയതിയാണ്. ഇന്ന് 2023 ജനുവരി 29, ഏതാണ്ട് 1.25 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇന്ന് ഫജർ സാദിഖ് വെളിവായി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് വരെ ഇന്ന് ഈ നെല്ലിക്കുന്ന് ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ ഇന്ന് നമ്മൾ ചെയ്ത ഖൈറുകൾ എത്രയാ? ഇന്ന് നമ്മൾ ചെയ്ത നന്മകൾ എത്രയാ? ഒന്ന് വിരൽ തുറന്നിട്ട് എണ്ണി നോക്കല്ലാഹുവേ, ഞാൻ ഇന്ന് എത്ര ഖൈറുകൾ ചെയ്തു അല്ലാ. അല്ലാഹുവേ, നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ ആശ്വാസം തരുന്ന എത്ര നന്മകൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്, എത്ര വക്കത്ത് ഞാൻ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ എത്ര സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ എത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഇന്ന് ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ അയൽപക്കത്തുള്ള എത്ര രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവ് കൊണ്ട് ചെയ്ത നന്മ എത്ര, എൻ്റെ കണ്ണുകൊണ്ട് ചെയ്ത നന്മ എത്ര, എൻ്റെ കാലുകൊണ്ട് ചെയ്ത നന്മ എത്ര, എൻ്റെ വാ കൊണ്ട് ചെയ്ത നന്മ എത്ര, എൻ്റെ ഹൃദയം കൊണ്ട് ചെയ്ത നന്മ എത്ര. ആ നന്മകളെ കുറിച്ചൊന്ന് കണക്കെടുത്തു നോക്കൂ. ഹാസിബൂ ഖബല തുഹാസബൂ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്കെടുക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയമായിട്ടൊന്ന് കണക്കെടുക്കണേ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ചോദിക്കുമ്പോ
സഹോദരാ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് 29-ാം തീയതി, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ 29-ാം തീയതി അവസാനിച്ചു. 2022 വിട പറഞ്ഞു പോയി. 2023 കടന്നു വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നലെ വരെ നമ്മുടെ കൂടെയുണ്ടായിരുന്ന നമ്മുടെ സഹപാഠികൾ എവിടെ? നമ്മുടെ സഹകാരികൾ എവിടെ? ഈ ഇടതുഭാഗത്ത് കാണുന്ന ഈ മീസാൻ കല്ലുകളുടെ ചോട്ടിൽ കിടക്കുന്നവരിൽ നിങ്ങളുടെ കൂടെ പിടിച്ചവരില്ലേ? നിങ്ങളുടെ കുടുംബക്കാരില്ലേ? നിങ്ങളുടെ സ്നേഹിതന്മാരില്ലേ? നിങ്ങളുടെ സഹകാരികളില്ലേ? നിങ്ങളുടെ സഹായികളില്ലേ? നിങ്ങളുടെ സഹപാഠികളില്ലേ? ഇന്നലെ വരെ കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വാപ്പ ഇപ്രാവശ്യം നോമ്പ് തുറക്കാൻ നമ്മുടെ കൂടെ ഇല്ലല്ലോ. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഈ റമളാനിൽ ഇല്ലല്ലോ. എന്നിട്ടും അല്ലാഹുവേ, എന്നേക്കാൾ വയസ്സ് കുറഞ്ഞവര് മരിച്ചുപോയി, എന്നേക്കാൾ ആരോഗ്യമുള്ളവര് മരണപ്പെട്ടുപോയി, എന്നേക്കാൾ കേമന്മാര് മരണപ്പെട്ടുപോയി. എന്നിട്ടും എനിക്ക് മരണം തരാതെ ഓരോ ദിവസവും നീ എനിക്ക് ദീർഘായുസ്സ് തന്നതെന്തിനാണ് റബ്ബേ? ഏറെ പറയാനുള്ള സമയമില്ലെങ്കിൽ എന്റെ ഹൃദയത്തിനോട് ചോദിക്കുന്ന ചാട്ടുളി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് സംവദിക്കേണ്ട ഒരു ചോദ്യത്തെ ചോദിക്കുകയാ. സഹോദരാ, സഹോദരേ, മനസാക്ഷിയോടൊന്ന് വിചാരണ ചെയ്യ്. എന്തിനാണ് അല്ലാഹുവേ എന്റെ കൂടെയുള്ളവര് മരിച്ചു പോകുമ്പോ, എന്റെ കൂട്ടുകാര് പിടഞ്ഞു വീഴുമ്പോ, എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ 6 അടി മണ്ണിലേക്ക് യാത്രയാകുമ്പോ എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ ആയുസ് തരുന്നതെന്തിനാ? ഇന്നത്തെ പ്രഭാതം എനിക്ക് തന്നതെന്തിനാ? നാളത്തേക്ക് ആയുസ്സുണ്ടെങ്കിൽ ആ ആയുസ് എനിക്ക് മാത്രം നീട്ടി തന്നതെന്തിനാ? ഓരോ ദിവസവും അല്ലാഹു നമുക്ക് തരുന്നതെന്തിനാ? ആ തരുന്നതാടാനല്ല, അത് പാടാനല്ല, അടിച്ചു തിമിർക്കാനല്ല. അല്ലാഹു നമുക്ക് ഓരോ ആയുസ്സും ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ അല്ലാഹു നീട്ടി തരുന്നുണ്ട്. അങ്ങനെ തരുന്നതെന്തിനാണെന്ന് അല്ലാഹു തന്നെ നമ്മളോട് മറുപടി പറയുന്നുണ്ട്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ. അല്ലാഹു പറയാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, നിന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ദുർറഹ്മ, അവൻ അടിമകളോട് കരുണയുള്ളവനാണ് കേട്ടോ. നിന്റെ അല്ലാഹു നീ ഏത് തൗബ ചെയ്താലും പാപം പുറത്തു തരുന്നവനാ. ഇന്നഹു കാന ഗഫാറാ, എത്ര പാപം ചെയ്താലും അല്ലാഹു അത് പുറത്തു തരുന്നവനാ. അതോടൊപ്പം അടിമകളോട് കാരുണ്യമുള്ളവനാ. അവന് നിങ്ങളോട് കാരുണ്യമുള്ളത് കൊണ്ടാണ് ലൗ യുആഖിദുഹും ബിമാ കസബൂ, നിങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങൾ കണ്ടിട്ട് അല്ലാഹു നിങ്ങളെ പിടിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ചെറുപ്പക്കാരെ കേട്ടുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്ന ഈ താന്തോന്നിത്തരങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, നിങ്ങളുടെ മദ്യപാനം, നിങ്ങളുടെ പലിശ, നിങ്ങളുടെ ആഭാസം, അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ, ഇതൊക്കെ കാരണത്താൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ എന്നേ നിങ്ങൾക്ക് വന്നിറങ്ങുമായിരുന്നു. ആദിനെ നശിപ്പിച്ചതുപോലെ, സമൂദിനെ നശിപ്പിച്ചതുപോലെ, ഇറമുഖത്തെ നശിപ്പിച്ചതുപോലെ അല്ലാഹു നിങ്ങളെ എന്നേ നശിപ്പിക്കുമായിരുന്നു. പിന്നെ അല്ലാഹു നിങ്ങളെ നശിപ്പിക്കാത്ത രണ്ടാ, ഭൂകമ്പങ്ങളും പേമാരികളും നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാവാത്ത രണ്ടാ, അത് അല്ലാഹു നിങ്ങളെ വെറുതെ വിട്ടത് കൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു കാണാത്തത് കൊണ്ടുമല്ല. ഞാൻ ഈ പറയുന്നത് വിശുദ്ധമായ ഖുർആനാണ്. ولا تحسبن الله غافلا عما يعمل الظالمون انما يؤخرهم ليوم تشخص فيه الابصار. നിങ്ങൾ ചെയ്യുന്ന ഈ തെമ്മാടിത്തരങ്ങൾ പടച്ചവൻ കാണാതെ അശ്രദ്ധനാണെന്ന് കരുതണ്ട. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഭാവിക്കണ്ട. അല്ലാഹു നിങ്ങളെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിനെന്നറിയോ?
ബല്ലഹും മൗഇദുൻ ലയജിദൂ മിൻ ദൂനിഹി മൗഇലാ. അല്ലാഹു നിങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയുസ് കൂട്ടിത്തരുന്നത് നിങ്ങൾ തിരിച്ചു വരുമോ എന്നറിയാനാണ്. ഇനിയുള്ള ജീവിതം നന്മകൾക്ക് വേണ്ടി മാറ്റിവെക്കുമോ എന്നറിയാനാണ്. ഓരോ ദിവസവും ഇന്നത്തെ അസ്തമയം കണ്ടു, നാളത്തെ പ്രഭാതം കാണാൻ അല്ലാഹു നമുക്ക് ആയുസ് നീട്ടിത്തന്നെങ്കിൽ അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സിനെ ആരോഗ്യത്തോടെ നീ നീട്ടിത്തരണേ തമ്പുരാനേ. ആരോഗ്യത്തോടെ മാരകമായ രോഗങ്ങളില്ലാതെ തളർന്നു വീഴാതെ അവസാനം വരെ ആരോഗ്യത്തോടുകൂടി ഞങ്ങളുടെ ആയുസ്സിനെ നീ നീട്ടിത്തരണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പറയുകയാണ്, ഒരു ദിവസം കൂടുതൽ കിട്ടിയോ? നാളെ ജനുവരി 30-ാം തീയതി ഉറൂസ് കാണാൻ, നാളത്തെ ഉദയം അല്ലാഹു കാണാൻ അവസരം തന്നോ. അത് ഖൈറുകൾ ചെയ്യാനാണ്, തിന്മകളിൽ നിന്ന് മാറി നടക്കാനാണ്. നാളത്തെ അസ്തമയം കാണാൻ അല്ലാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്നോ. സഹോദര സഹോദരി, അത് എന്റെയോ നിന്റെയോ ഒരു യോഗ്യതയും അല്ലാഹു കണക്കെടുത്തിട്ടല്ല. അല്ലാഹു പറയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അടിമ നന്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദര സഹോദരി, മുഅ്മിനേ മുഅ്മിനത്തെ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും അന്നത്തെ ദിവസം പരമാവധി നല്ലത് ചെയ്യുക, തിന്മകളിൽ നിന്ന് ഒഴിമാറി നിൽക്കുക. പരമാവധി നന്മ ചെയ്യാനുള്ള അവസരത്തെ ഇനിയെങ്കിലും നാളെ മുതലെങ്കിലും അല്ല ഇന്ന് മുതൽ തന്നെ തീരുമാനിക്കുക. എത്രയോ വർഷങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയി. 40 കഴിഞ്ഞവരില്ലേ, 50 കഴിഞ്ഞവരില്ലേ, 60 കഴിഞ്ഞവരില്ലേ, 70 കഴിഞ്ഞവരും എന്നെ കേൾക്കാനില്ലേ? ഇന്നലത്തെ ആയുസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ, നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളുടെ കണക്കെടുക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ എത്രയാ, നഷ്ടപ്പെട്ടു പോയ മണിക്കൂറുകൾ എത്രയാ, വെറുതെ കളഞ്ഞുപോയ ദിവസങ്ങൾ എത്രയാ. സഹോദര സഹോദരി, ആയുസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം മദീന മുനവ്വറയിൽ ഇരുന്നിട്ടൊരു ഹദീസ് പറഞ്ഞുവത്രേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയും അയാളുടെ മയ്യത്ത് നമസ്കാരം വരെ ഒരാൾ പിന്തുടരുകയും ചെയ്താൽ ലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട് കേട്ടോ. ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കി പിരിയുന്നത് വരെ ഒരാൾ ആ മയ്യത്തിന്റെ കൂടെ നിന്നാൽ ലഹു ഖീറാത്താനി, ആ മനുഷ്യന് 2 ഖീറാത്ത് പ്രതിഫലം കിട്ടും. അൽ ഖീറാത്തു മിഥില ജബലി ഉഹദിൻ, ഒരു ഖീറാത്ത് ഉഹദ് പർവ്വതത്തിന് സമാനമായ വലിപ്പമുള്ള പ്രതിഫലമാ. ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താലുള്ള പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. മഹാനവറുകൾ ചോദിച്ചു, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ പങ്കെടുത്താൽ ഒരു ഖീറാത്ത് എന്നുള്ള പ്രതിഫലമേ ഞാൻ കേട്ടിട്ടുള്ളൂ. രണ്ടാമത് മയ്യത്തടക്കുന്നത് വരെ പങ്കെടുത്താൽ 2 ഖീറാത്ത് പ്രതിഫലമെന്ന് പറഞ്ഞ ഹദീസ് ഞാൻ കേട്ടിട്ടില്ല. ഞാനിതേവരെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകും, അടക്കുന്നത് വരെ ഞാൻ നിൽക്കാറില്ല. രണ്ടാമത്തെ ഭാഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പിച്ചു പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പേടിയായി. അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ ഈ ഖൈർ അറിയാതെ പോയല്ലോ അല്ലാഹ്. മഹാനവറുകളെ തന്റെ മൗലയുമായി നേരെ പോയിട്ട് മൗലയോട് പറഞ്ഞ, അടിമയോട് പറഞ്ഞ, അടിമേ വീട്ടിലേക്ക് പോയി ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞാലും അതറിയുന്നത് ആയിഷ ബീവിയല്ലേ. ആ അടിമ പോയി ആയിഷ ബീവിയോട് ചോദിച്ചു, ഉമ്മുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട്, ആയിഷ ബീവിയെ, ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞതായി
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, അതേ ഹബീബായ നബി നിങ്ങൾ ഈ ഹദീസ് പറഞ്ഞതാ, ഒരാൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ 1 ഖിറാത്ത് പ്രതിഫലവും ഖബറടക്കുന്നത് വരെ നിന്നാൽ 2 ഖിറാത്ത് പ്രതിഫലവും കിട്ടുമെന്ന്. ആ അടിമ തിരിച്ചു വരുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മരുഭൂമിയിൽ ചരൽ കല്ലുകൾ കയ്യിലെടുത്തിട്ട് അലക്ഷ്യമായി ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിൽക്കാണ്. അടിമ വന്നിട്ട് പറഞ്ഞു, ഇബ്നു ഉമർ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഹബീബായ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കയ്യിലിരിക്കുന്ന ചരൽ കല്ലുകളും മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്റെ തലയിലേക്ക് വിരലുകൾ കൊണ്ടും മുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഇതൊന്നും നമുക്ക് പറഞ്ഞാലും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ കൽബിന് വെളിച്ചം വന്നിട്ടില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്രേ അല്ലാഹുവേ, 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 കം ഫർറത്തിനാ മിന ഖവാരീർ, കം ഫർറത്തിനാ മിന ഖവാരീർ. എന്റെ ഒരു അശ്രദ്ധ കൊണ്ട് എനിക്ക് എത്ര ഖീറാത്ത് നഷ്ടപ്പെട്ടു റബ്ബേ. ഇതേവരെ ഞാൻ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമായിരുന്നു, ഖബറടക്കുന്നത് വരെ ഞാൻ നിൽക്കുമായിരുന്നില്ല. എന്റെ ഒരു അശ്രദ്ധ കാരണത്താൽ എനിക്ക് എത്രയെത്ര ഖീറാത്തുകളാണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. എത്രേ ഇനി പ്രധാനപ്പെട്ട ഈ നെല്ലിക്കുന്നുറൂസിൽ പങ്കെടുക്കാമെന്നവരോട് ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. 40 വർഷം അല്ലാഹുവിന്റെ ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിച്ചിട്ട്, 50 വർഷം ജീവിച്ചിട്ട്, 60 വർഷം ജീവിച്ചിട്ട് നമ്മുടെ അശ്രദ്ധ കാരണത്താൽ എത്രയെത്ര ഖൈറ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. എത്ര വർഷങ്ങളാണ് വെറുതെ കളഞ്ഞത്. ഇനി ആ പോയ വർഷങ്ങളൊക്കെ തിരിച്ചു വരുമോ? വലമ്മൻ ഖലല്ലയ്യാമു മിൻ തൂലി ഗഫലതി ബിആമാലി മഗ്റൂരിൻ വഅമാലി സല്ലതി. നമ്മുടെ അശ്രദ്ധ കാരണത്താൽ എത്രയെത്ര വർഷങ്ങൾ പോയി, എത്ര മാസങ്ങൾ പോയി, എത്രയെത്ര ദിവസങ്ങൾ പോയി. പോയില്ലേ? എത്ര ഖൈറ് ചെയ്തു. ഞാൻ വേറെ ഒരു വിഷയം പറയാനുള്ള സമയമൊന്നുമില്ല. ഒരാത്മവിചാരം, ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരാത്മാവിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എത്ര ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി? പോയില്ലേ? വർഷങ്ങൾ പോയില്ലേ? മാസങ്ങൾ പോയില്ലേ? അതല്ല ആയുസ്സിന്ന് കുറഞ്ഞു കുറഞ്ഞു പോയില്ലേ? കൊടിയുന്നു കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. ഓരോ ആഴ്ചയും മാസവും കൊടിയുമ്പോൾ ആയുസ്സിന്ന് കുറഞ്ഞു കുറഞ്ഞു പോവാൻ. 40 കഴിഞ്ഞവരില്ലേ, 50 കഴിഞ്ഞവരില്ലേ? എന്നാൽ ഇനി നാളെ മുതൽ നന്നായിട്ട് ജീവിക്കാന്ന് കരുതിയാ പറ്റുമോ? നാളെ മുതൽ ഇനി ഖൈറുകൾ ചെയ്യാന്ന് വിചാരിച്ചാ പറ്റുമോ? ഇത്രയും നാള് നിസ്കാരം കലായി, നാളെ മുതൽ ഇനി കലാക്കൂലാന്ന് കരുതിയാൽ മോനെ ആയ കാലത്ത് കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ കാലിന് നീര് വരാൻ തുടങ്ങിയില്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വന്നില്ലേ? പഴയതുപോലെ നടക്കാൻ കഴിയുന്നില്ലല്ലോ, പഴയതുപോലെ ഓടാൻ കഴിയുന്നില്ലല്ലോ, പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ, തറാവീഹ് 20 റക്അത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ തണ്ടലിന് വേദന വരാൻ തുടങ്ങിയല്ലോ. ഇനി നമ്മൾ അതിനെ തിരിച്ചു പിടിച്ചിട്ട് ഇനി പരമാവധി നന്മ ചെയ്യണമെന്ന് കരുതിയാൽ അതിന് കഴിയാത്തത് നമ്മുടെ ശരീരം ബലഹീനമായി പോയല്ലോ. അതുകൊണ്ട് സഹോദര സഹോദരി, ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നന്മകളുടെ പൂക്കാലം വരാറായി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, അല്ലാഹുവേ,
റജബിലും ശഅബാനിലും അനുഗ്രഹം ചൊരിയണമേ. റമളാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ എത്തിക്കണമേ അല്ലാഹുവേ എന്ന ദുആയോടുകൂടി മിഹ്റാബുകൾ മുഴുവനും നമ്മളോട് നന്മ ചെയ്യാൻ പറയുമ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അല്ലാഹു നമുക്ക് ഖൈർ നൽകാൻ, എല്ലാവിധ ഖൈറുകളും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നാടൻ വർത്താനം പറയാൻ തീരുമാനിക്കാത്തത് സമയമില്ലാത്തതുകൊണ്ടാണ്. നാടൻ വർത്താനം പറഞ്ഞ് പോകാൻ പറ്റൂലല്ലോ. ഇത്രയും നാൾ ഇമാതിരി ചിരിച്ചും കളിച്ചും മാടിയും പാടിയും തിമിർത്തും തകർത്തും ചിരിച്ചും ഉല്ലസിച്ചും ഒക്കെ ജീവിച്ചില്ലേ? ഇനി ജീവിതത്തിലൊരു മാറ്റം വേണ്ടേ? ഇനി ജീവിതത്തിലൊരു മാറ്റം വേണ്ടേ? വേണ്ട മനുഷ്യന്മാരെ, നിങ്ങളിങ്ങനെ മിണ്ടായിരിക്കണം. എന്താ എന്റെ ചെറുപ്പക്കാരെ, ഈ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ അവസാനിക്കും. എല്ലാ ചിരിയും അവസാനിക്കോ? ആര് പറഞ്ഞു? എല്ലാ ചിരി അവസാനിക്കും ആര് പറഞ്ഞ്? ചിരികൾ ഇതോടെ അവസാനിക്കില്ല, അത് തെറ്റിദ്ധാരണയാണ്. മരണത്തോടെ ചിരി അവസാനിക്കോ? മരണത്തോടെ കരച്ചിൽ അവസാനിക്കുമോ? ഇല്ല ഇല്ല, ഈ മരണത്തോടെ ചിരികൾ അവസാനിക്കില്ല. ഒരിക്കലും നിലക്കാത്ത ചിരിയുണ്ട് ഇവിടെ. അല്ലാഹികത്തുൻ മുസ്തബ്ശിറാ, അല്ലാഹികത്തുൻ മുസ്തബ്ശിറാ. അവിടെ പൊട്ടിച്ചിരിക്കും. അവിടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ആനന്ദത്താൽ പൊട്ടിച്ചിരിക്കും. അവിടെ അല്ലാഹു നമ്മുടെ ചിരികൾ മരണത്തോടെ അവസാനിക്കുമോ? ഇല്ല. സങ്കടങ്ങളും കരച്ചിലുകളും മരണത്തോടെ അവസാനിക്കുമോ? ഇല്ല ഇല്ല. നാളെ ആ നരകത്തിലെ നിലവിളികളുണ്ട്. നാളെ ആ നരകത്തിലെ നിലവിളികളുണ്ട്. സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ആ നരകത്തിലെ ആർത്തനാദങ്ങൾ ഉയരുന്നുണ്ട് അവിടെ, നിലവിളികൾ ഉയരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് സഹോദര, ചിരികൾ ഇവിടെ അവസാനിക്കുന്നില്ല, കരച്ചിലുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാം നീണ്ടു 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 പോകുമ്പോ ഈ പുണ്യമായ മാസങ്ങളിലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നന്മ ചെയ്യാൻ തീരുമാനമെടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യൻ ചെയ്യേണ്ട അടിസ്ഥാനപരമായ 3 ഗുണങ്ങൾ സക്കരിയ നബിയുടെയും അയ്യൂബ് നബിയുടെയും ചരിത്രം പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശഈൻ. 3 കാര്യങ്ങളാ പറയാ. ആ 3 കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അപ്പോഴത്തേക്ക് ഏതാണ്ട് സമയമൊക്കെ ആവും. 3 പറയാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവര് ഖൈറുകൾ ചെയ്യാൻ ഓടുന്നവരാണ്. എന്റെ ചെറുപ്പക്കാരികളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഖൈറ് ചെയ്യാൻ വേണ്ടി ഓടണം. തിന്മ കണ്ടാൽ ഓടരുത്. സിനിമ റിലീസായോ നമ്മൾ ഓടും. അത് നന്മയാണോ? ആണോ? അല്ല. യഥാർത്ഥത്തിൽ നന്മയുടെ കാര്യത്തിലേക്ക് ഓടണം. തിന്മയുടെ കാര്യത്തിലുണ്ടോ? ഗാനമേളയുണ്ടോ? ആട്ടവും പാട്ടവും ഉണ്ടോ? ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അതൊക്കെ കാണാൻ കഴിയുന്ന തിരശ്ശീലകളുണ്ടോ? നമ്മുടെ യുവാക്കളോടും, ആണായാലും പെണ്ണായാലും, ഇന്ന് ഹറാമാണെന്ന് പറയാൻ പോലും പറ്റാത്ത വിധം ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതരെ അവഹേളിക്കുക, അവരെ പരിഹസിക്കുക. ആഹാ, അത് ഹറാമാണോ, ഇത് ഹറാമാണോ? കുറെ യൂട്യൂബ് ചാനലിലെ കുറെ മുഫ്തിമാരുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പണ്ഡിതന്മാരുടെ ഇറച്ചിയാണ്. നമ്മളിത് കൃത്യമായിട്ട് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം വരും, ഒരു ദിവസം വരും,
അന്ന് അന്തരീക്ഷമൊക്കെ പൊടി പിടിച്ച് കിടക്കാൻ പൊടികളൊക്കെ മാറി അന്തരീക്ഷം തെളിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഇരുന്നത് കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ? പൊടി കാരണം നമ്മളിരിക്കുന്നത് കുതിരപ്പുറത്താണെന്ന് കരുതി ദീനിനെ പരിഹസിക്കുകയാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. ഉണ്ടോ? തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നിട്ട് എന്നെ തുറച്ചു നോക്കണത്. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? ഇല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോ അതിനു മുമ്പുള്ളവരുടെ അവസ്ഥ എന്താ? ഞാൻ എൻ്റെ യുവാക്കളോടാ പറയാ, നിങ്ങളെല്ലാം നരകത്തിൽ പോകൂന്നല്ല, നിങ്ങളോട് ഞാൻ പ്രതീക്ഷയുടെ വാക്കുകൾ പറയാ. അരമണിക്കൂറാണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും ഇവിടെ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു. സംഘാടകർ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഈ കണ്ണങ്കണ്ടി എന്താ കൽക്കണ്ടോ? കൽക്കണ്ടിയ വാക്കവി വന്നേ പറ്റുള്ളൂ. എന്നെ വലിച്ചടിച്ചോണ്ട് വന്ന് എന്തേ മമ്മൂസ പോയാ ഉണ്ട്. വാക്കവി വന്നേ പറ്റുള്ളൂ. ഞാൻ കുറേ ഒഴിവായി നോക്കി. ലത്തീഫ് സാഹിബ് എന്നെ വട്ടം പിടിച്ച്. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരുമ്പോൾ എന്തേലും പറയാതെ പോയാൽ മനസ്സിനൊരു വിഷമമാണ്. വടച്ചോനെ വെറുതെ ഇവിടുന്ന് അവിടെ കൊല്ലത്തുനിന്ന് ഇവിടം വരെ വന്നിട്ട് തിരിച്ചു വരും. ഞാൻ എൻ്റെ യുവാക്കളോട് പറയാ, ചെയ്യാത്തവരാരാ ഉള്ളത്? സഹാബത്തിന്റെ പോലും അവസ്ഥകൾ പറയുന്നില്ലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ സലാത്ത് പറയേ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യുവാവായ സഹാബി ഉണ്ടായിരുന്നു, ഹവാത്ത് ബിൻ ജുബൈർ. ആ സഹാബിയുടെ പേര് ഹവാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. മുസ്ലിമായ ഉടനെ തന്നെ മഹാനവറുകൾ പറയാ, കുന്നാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി മദീനയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീനയിലേക്ക് പോയപ്പോ, അങ്ങനെ ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോയപ്പോഴാണ് ആ മരുഭൂമിയുടെ ഓരത്തിന്റെ പഴയ കൂട്ടുകാരികൾ, എന്റെ പഴയ സഹപാഠികളും സഹകാരികളും കൂട്ടുകാരികളുമായ പെൺകുട്ടികൾ ആ മരുഭൂമിയുടെ ഓരത്തിരുന്ന് വർത്തമാനം പറഞ്ഞു വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടത്. ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പ്രണയിച്ച എന്റെ കാമുകിമാരുമുണ്ട്. ഹവാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന യുവാവായ സുമുഖനായ സുന്ദരനായ സഹാബി പറയാ, ഞാൻ ഇങ്ങനെ നബിതങ്ങളുടെ കൂടെ മദീനയിലോട്ട് പോയപ്പോ പോയ വഴിയിൽ മരുഭൂമിയിൽ നോക്കിയപ്പോ കുറെ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് വട്ടം കൂടി വർത്താനം പറയാൻ. ഞാൻ നോക്കിയപ്പോ അക്കൂട്ടത്തില് എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ പഴയ കാമുകിമാരുണ്ട്, ഞാൻ നേരത്തെ കളിയും ചിരിയും പറഞ്ഞ സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഷഹാദത്ത് പറഞ്ഞ് മുസ്ലിമായതാ. മുസ്ലിം ആകണതിന് മുമ്പുള്ള പ്രേമവും പ്രണയവും ഒക്കെയാണത്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മഹാനവറുകൾ പറയാ, അവരെ കണ്ടപ്പോ എനിക്ക് പഴയകാല ഓർമ്മ വന്നു. ഞാൻ മെല്ലെ എന്ത് ചെയ്തെന്നറിയാം? എൻ്റെ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കീൻ. ഒരൽപ്പ പറഞ്ഞല്ലെങ്കിൽ ഹൃദയത്തിലൊന്ന് തൊട്ട് കേൾക്കീൻ. അള്ളാഹു നമ്മൾ ഈ പറയുന്നത് മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരമുള്ള സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ഉറക്കെ സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്. ഈ കാസർഗോഡുകാരെ ഒരു ഗുണവും ഇതാ, നമ്മുടെ കൂടെ നിന്നോളും. ഇങ്ങോട്ട് അത് പറയാൻ വരാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ യാത്ര ഉറക്കുമ്പോൾ മെല്ലെ മുങ്ങിക്കളയും. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഈ കാസർഗോഡേക്ക് പ്രത്യക്ഷപ്പെടൽ വളരെ കുറവ്. എനിക്ക് ഭയങ്കര അലസതയാണ് ഈ യാത്ര ചെയ്യാൻ. മഹാനായ ഹവാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ആ കുട്ടികളെ കണ്ടപ്പോ, പഴയ കാമുകിമാരി കണ്ടപ്പോ എന്റെ കൽബൊന്ന് പെടഞ്ഞുപോയി. കൽബൊന്ന് പെടഞ്ഞുപോയി. പഴയ കാല ഓർമ്മ വന്നു, ജാഹിലിയ കാല ഓർമ്മ വന്നു.
ഞാൻ എന്ത് ചെയ്തെന്നറിയോ? എന്റെ തോൾ സഞ്ചിയിൽ നിന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രമെടുത്തണിഞ്ഞിട്ട് ഞാൻ ആ പഴയ പെൺകുട്ടികളുടെ മധ്യത്ത് പോയിരുന്നിട്ട് അവരോട് സൊറ പറയാൻ തുടങ്ങി. ആര്? സഹാബി. യുവാക്കളെ കേൾക്കിൻ, സഹാബി ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമായി. പക്ഷേ കണ്ടപ്പോ എന്ത് പറ്റിപ്പോയി? പണ്ട് സ്കൂളിൽ പഠിച്ച ആ കുട്ടികളെ കണ്ടപ്പോ, ഫോർ എക്സാമ്പിൾ, അറിയാതെ കൽബ് പെടഞ്ഞുപോയി. അവരുടെ സൗന്ദര്യം കണ്ടപ്പോ ഭാസ്കരൻ മാഷ് പാടിയമാരി, വമ്പെടും നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കണ്ടൊടിഞ്ഞൊരു ശീലക്കൊടിയുടെ കമ്പി പോലെ വളഞ്ഞുപോയി എന്ന് പറഞ്ഞത് മുതലേ അവരെ കണ്ടപ്പോ ശീലക്കൊട പോലെ ഇദ്ദേഹത്തിന്റെ മനസ്സ് കുമ്പിപ്പോയി. ആ തോൽപാത്രത്തിൽ നിന്ന്, തോൽ സഞ്ചിയിൽ നിന്ന് ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സ്, അത് ചെറുപ്പക്കാരുടെ ചാവല്യാണല്ലോ. 4 പെമ്പിള്ളേർ കാണുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോ ഏറ്റവും നല്ല ഡ്രസ്സ്, ദുനിയാവിൽ ഏറ്റവും ആദ്യത്തെ മോഡൽ ഇറക്കുന്ന കാസർഗോഡ് പിള്ളേരാ. അത് ദുബൈ ചെന്നാലും അതെ, നാട്ടിൽ ചെന്നാലും അതെ. ലോകത്തൊരു ഡ്രസ്സിനൊരു ഫാഷൻ മാറിയാൽ അതാദ്യം കാസർഗോഡ് പിള്ളേരെ ഇറക്കുക. ആദ്യം കാണുമ്പോൾ നമുക്കിത് നായ നക്കിയതുപോലെ തോന്നും, പിന്നീട് അത് ട്രെൻഡാവും. ആദ്യം കാണുമ്പോൾ നമുക്കിതിനോട് ഒരിമ്പവും തോന്നൂല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കാസർഗോഡ് ചുള്ളന്മാരത് ഇട്ടിട്ടിട്ട് എന്താകും? ട്രെൻഡാക്കും. പിന്നെ അത് കേരളത്തിലെ ട്രെൻഡാവും. അതിന് നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഒരാളും. അത് കാസർഗോഡ് കഴിഞ്ഞിട്ട് വേറെ ആളും. ഏതൊരു ചെറുപ്പക്കാരനും ഉണ്ടാകും ഏറ്റവും നല്ല ഡ്രസ് ഇട്ട്. സമയമില്ലല്ലോ മനുഷ്യൻ. ഞാൻ അവിടെ പോയിരുന്നു. കുറേ നേരം അവരുടെ ഇടയിൽ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു. പഴയകാല പെണ്ണുങ്ങളുടെ നടുവിലിരുന്ന പഴയകാലമൊക്കെ അയവിറക്കി. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് അതാ അള്ളാന്റെ റസൂൽ ഒട്ടകപ്പുറത്ത് വരുന്നു. ഞാൻ മെല്ലെ ഹബീബായ നബി തങ്ങളെ കാണാതെ കുനിഞ്ഞ് അവരുടെ പുറകിലൂടെ വലിഞ്ഞിറങ്ങിയിട്ട് ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ഹബീബായ നബി തങ്ങളുടെ കൂടെ കൂടി. കുറെ കഴിഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ അടുക്കലെത്തിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഹബാത്തിബേ, എവിടെയായിരുന്നു? നിന്നെ ഇടയ്ക്ക് കാണാതായല്ലോ. എവിടെയാണ് ഹമാത്തിബേ പോയത്? നിന്നെ കാണാതായല്ലോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടൊരു കള്ളം പറഞ്ഞു. യാ റസൂലല്ലാഹ്, ശരദനഖതി, എന്റെ ഒട്ടകം ഇടക്കൊന്നും കാണാതെ പോയി നബിയെ. ഞാനതിനെ അന്വേഷിച്ചു പോയതാണ്. ഞാൻ ആ പെണ്ണുങ്ങളെ നടുവിലിരുന്നതാന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഹബീബായ മുത്തിന്റെ സഹാബിയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ നോക്കി ഒരു ചിരി തിരിച്ചു. എന്റെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാമിന്നി ഹബീബായ നബി തങ്ങൾ എന്നെ കണ്ടോ? ആ ചിരിയുടെ അർത്ഥം എന്താ? ഒന്നും പറയാതെ ഞാൻ മുമ്പോട്ട് നടന്നു. ഇടയ്ക്ക് ഞാൻ വീണ്ടും എന്റെ ഒട്ടകം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന് നേരെ എത്തിയപ്പോ ഹബീബായ നബി തങ്ങൾ എന്നെ വിളിച്ചു, ഹവാത്തിബേ, എന്തേ നബിയേ, ഹൽ വജത്തനാകതക, നേരത്തെ കാണാതെ പോയ ഒട്ടകത്തെ കിട്ടിയോ ഹവാത്തിബേ? ഇല്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ പുറകോട്ട് നിന്നു. ഹബാത്തിബ് റളിയല്ലാഹു അൻഹു അനുഭവത്തെ പറയാ. ലോകത്തിലെ ഏറ്റവും വലിയ ആഭാസങ്ങളും അനാചാരങ്ങളും അനാവശ്യങ്ങളും അസുരതകളും അശ്ലീലങ്ങളും ആഭാസങ്ങളും തങ്ങളുടെ ജീവിതത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് തൗഹീദിന്റെ റിസാലത്തിന്റെ വെളിച്ചം കണ്ടപ്പോ ആദർശധന്യതയിലോട്ട് കടന്നു വന്ന ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിക്കൂട്ടത്തെ ഹബീബായ നബി തങ്ങൾ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് സംസ്കരിച്ചെടുത്ത ചരിത്രത്തിന്റെ പാഠങ്ങൾ പറയാ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നടന്നു. എപ്പോഴൊക്കെ എന്റെയും ഹബീബായ നബി തങ്ങളുടെയും ഒട്ടകം ഒരേപോലെയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിക്കും, ഹവാത്തിബേ, എന്തേ നബിയേ, ഹൽ വജത്തനാകതക, നിന്റെ കാണാതെ പോയ ഒട്ടകത്തെ കിട്ടിയോ ഹവാത്തിബേ? ഹബാത്തിബ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബിന്റെ ചിരി കണ്ടപ്പോ എനിക്ക് അപാകത തോന്നി. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ തെളിച്ചു ചോദിക്കൊന്നുമില്ല. പിന്നെ ഞാൻ എന്നെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി, എന്റെയും ഹബീബിന്റെയും ഒട്ടകം തമ്മിൽ കൂട്ടിമുട്ടാതിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിക്കാതിരുന്നെങ്കിൽ, എനിക്കും ഇനിയും എന്റെ ഹബീബിനോട് കള്ളം പറയാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഹബാത്തിബ് റളിയല്ലാഹു അൻഹു പറയാ,
പിന്നെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം എന്റെ നേരെ വരുമ്പോ മെല്ലെ ഞാൻ പുറകോട്ട് പോകും. ഇനിയും ചോദ്യം നേരിടാൻ കഴിയില്ല. ഹബീബ് എന്നെ കാണുമ്പോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചതുപോലെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. ഇതാണ് ലോകത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട്ട് പാടിയ പരിവർത്തനത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാനം വലമ്മാ വസൽനാ ഇലൽ മദീന, ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചു മദീനയിലെത്തി. ആ മദീനയിലെത്തിയപ്പോ ഞാൻ നോക്കിയപ്പോ ഹബീബായ നബി തങ്ങൾ ഓരോരുത്തരെ എണ്ണി എണ്ണി കയറ്റുകയാ. എല്ലാവരും വന്നോന്നറിയാൻ അല്ലാഹുവിന്റെ റസൂൽ ഓരോരുത്തരെ എണ്ണി കയറ്റുന്നുണ്ട്. പടച്ചോനെ പെട്ടല്ലോ റബ്ബ്. ഹവാത്തിബ് എന്ന സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ ഗതകാല ജീവിതത്തിന്റെ പ്രണയത്തിന്റെ ഒരൽപ്പനേരം പങ്കിട്ടതിന്റെ കുറ്റബോധത്തോടുകൂടി ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ പെടാതെ കയറാമെന്ന് കരുതിയപ്പോഴാണ് ഹബീബിന്റെ മുമ്പിൽ വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ തലകുനിച്ചിങ്ങനെ കാണാത്തതുപോലെ നടന്നു പോയപ്പോ പെട്ടെന്നതാ പുറകിൽ നിന്നൊരു വിളി കേൾക്കുന്ന, ഹവാത്തിബേ ഹവാത്തിബേ. എന്തേ നബിയേന്ന് ചോദിച്ച് ഞാൻ തിരിഞ്ഞു നിന്നു. ഹബീബന്റെ മുഖത്ത് നോക്കിയിട്ടൊരു മന്ദസ്മിതം പൂകിയിട്ട് ചോദിച്ചു, ഹവാത്തിബേ ഹൽ വജത്ത നാഖതക, നേരത്തെ കാണാതെ പോയ ഒട്ടകത്തെ കിട്ടിയോ ഹവാത്തിബേ? ഹവാത്തിബിന് ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ പറയാ, എനിക്കെന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഹബീബ് അറിഞ്ഞോന്ന് എനിക്ക് സംശയമായി. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഇത് പ്രകടിപ്പിക്കുന്നുമില്ലല്ലോ. ഞാൻ ആ സമയത്തന്നെ ഹബീബിന്റെ കൈകളിലേക്ക് പിടിച്ചിട്ട് ഹവാത്തിബിന് ജുബൈർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ റിസാലത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചിട്ട് മഹാനായ ഹവാത്തിബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്ര നബിയേ, ഓ വല്ലാഹി മാ ശറദനഖതി മുൻദു അസ്ലംതു യാ റസൂലല്ലാഹ്. നബിയെ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. മാ ശറദനഖതി, എന്റെ ഒട്ടകം ഇതേവരെ എന്റെ കൈ വിട്ടു പോയിട്ടില്ല. മുൻദു അസ്ലംതു യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമക്ഷത്തിൽ വന്ന് സത്യമതത്തിന്റെ സാക്ഷ്യപത്രം ഉച്ചരിച്ചതിന് ശേഷം, ഇസ്ലാമിലേക്ക് ഞാൻ വന്നതിന് ശേഷം എന്റെ ഒട്ടകം ഇതേവരെ എന്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാണ് വിട്ടു പോയിട്ടില്ല യാ റസൂലല്ലാഹ്. അവിടെ ഒട്ടകമെന്ന് ഉദ്ദേശിച്ചത് തന്റെ നെഫ്സിനെ കുറിച്ചാ. അവിടെ അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. എന്റെ ഒട്ടകമെന്ന് പറഞ്ഞാൽ നബിയെ, ഞാൻ മുസ്ലിമായതിനു ശേഷം ഇതേവരെ എന്റെ നെഫ്സിന്റെ കൈ വിട്ടുപോയിട്ടില്ല നബിയെ. എനിക്കറിയാം അങ്ങ് പെണ്ണുങ്ങളുടെ അടുക്കൽ ഞാൻ ഇരിക്കുന്നത് കണ്ടതുണ്ട്. ഓ അല്ലാഹു യാ റസൂലല്ലാഹ്. നടന്നു വന്നപ്പോ പിശാചൊന്ന് മനസ്സിനെ പിടിച്ചപ്പോ പണ്ടെന്നെ സ്നേഹിച്ച പെൺകുട്ടികളോടൊന്ന് വർത്തമാനം പറഞ്ഞതേയുള്ളൂ നബിയെ. അല്ലാതെ ഹവാത്തിബ് ഒരു തെറ്റ് ചിന്തിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച കണ്ടിട്ടാണ് ഹവാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഇളക്കിയത്. പക്ഷേ അവസാനം ഹവാത്തിബിന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് ഹബീബ് കരുതിയില്ല. കുറ്റബോധത്തിന്റെ മാനസാന്തരമായി കനീഭവിച്ച കഥനഭാരത്താൽ ഹവാത്തിബ് റളിയല്ലാഹു അൻഹു കൈകളിൽ പിടിച്ചിട്ട് നബിയേ, വല്ലാഹി മാ ശറദനഖതി മുൻദു അസ്ലംതു യാ റസൂലല്ലാഹ്. നബിയേ, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇതേവരെ എന്റെ നെഫ്സിന്റെ കടിഞ്ഞാണ് വിട്ടുപോയിട്ടില്ലെന്ന് പറയവേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഹവാത്തിബിനെ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് ഇവിടുത്തെ റിസാലത്തിന്റെ നെഞ്ചകത്തേക്ക് വെച്ചിട്ട് ഹവാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ച് കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരയുന്ന യുവാവായ ഹവാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കൈകൾ കൊണ്ട് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ ഗഫിർലാ, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ ഹവാത്തിബിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ.
എന്റെ ഹവാത്തിബിന് നീ പുറത്തു കൊടുക്കണയല്ലോ. അറിയാതെ ചെയ്തു പോയൊരു ലാഘവമുള്ള തെറ്റിന്റെ പേരിൽ പോലും എന്റെ ഹവാത്തിബിന് കുറ്റബോധമുണ്ട്. എന്നെ കേൾക്കാൻ ഇവിടെ ഈ പുണ്യമായ ഉറൂസ് മുബാറക്കിലെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നെഞ്ചിൽ കൈവച്ചിട്ട് നാളെ പടച്ചവന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെയും നിങ്ങളെയും പടച്ചെടുത്ത പടച്ചറബിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടുകയില്ലേ? വശൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പ്, ഭയാനകരമായ നരകത്തിന്റെ മുമ്പിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നേരം, അല്ലാഹുവേ മുസ്ലിമായതിനു ശേഷം എന്റെ ശരീരം എന്റെ കടിഞ്ഞാണ് വിട്ടിട്ടില്ല എന്ന് പറയാന് ചങ്കൂറ്റമുള്ള എത്ര യുവാക്കളാ ഉള്ളത്, എത്ര യുവതികളാ ഉള്ളത്, എത്ര മുഅ്മിനീങ്ങളാ ഉള്ളത്, എത്ര മുഅ്മിനാത്തുകളാ ഉള്ളത്. സഹോദരാ സഹോദരി, ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അറുതി വേണ്ടേ? ഇതൊക്കെ അവസാനിക്കുന്നൊരു ദിവസം വരില്ലേ? അല്ലാഹു നമ്മുടെ മനസ്സിൽ മാനസാന്തരം തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മുടെ മനസ്സിൽ മാനസാന്തരം തരട്ടെ. ആ ബോധം നമുക്ക് തരണ്ട. പാതിരാവിന്റെ നിശബ്ദതയിലും മദീന നഗരത്തിലൂടെ നടന്നു പോകുമ്പോ തലയിൽ വലിയൊരു ഗോതമ്പിന്റെ മാവിന്റെ കെട്ട് തലയിൽ വെച്ചിട്ടുണ്ട്. ആ കെട്ടൻ തലയിൽ വെച്ച് വേച്ചു പാതിരാത്രിയിൽ അഭയാർത്ഥികളായി വന്ന ഒരു കുടുംബത്തിന് പട്ടിണി കാരണത്താൽ കരയുന്നത് കണ്ടപ്പോ റൊട്ടി ചുട്ടു കൊടുക്കാൻ ഗോതമ്പിന്റെ മാവും അതിന്റെ സാമഗ്രികളും ചുമന്നു കൊണ്ടുപോകുമ്പോ പുറകെ നടന്നു പോയ അബൂദർ റളിയല്ലാഹു അൻഹു, ഉമറേ നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചുവല്ലോ. ഇന്നലെ രാത്രി മേരോ പാവപ്പെട്ടവന് പത്തിരി ഉണ്ടാക്കാൻ അടുപ്പിൽ ഊതി നിങ്ങളുടെ മുഖം കറുത്തുപോയല്ലോ. ഉറക്കമില്ലാതെ കാലുകൾ തളരുന്നുവല്ലോ. അതുകൊണ്ട് ഉമറേ, ആ തലയിലെ ഭാരം ഒരൽപ്പനേരം എന്റെ തലയിലേക്ക് വെച്ചതാ. ഞാനൊരൽപ്പനേരം ചുമക്കാമെന്ന് പറയവേ പാതിരാ സമയത്ത് അത് കേട്ട് തെറ്റിത്തെറിച്ച് പുറകിലേക്ക് നിന്ന് തന്റെ കൂട്ടുകാരന്റെ നേരെ ചോദിച്ചിട്ട്, വഅന്തലാ തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ. അബൂദർറേ, ഞാൻ ഈ ഭാരം ചുമന്നുകൊണ്ട് നടന്നു പോകുമ്പോ, എന്റെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ കുഴഞ്ഞു പോകുമ്പോ സഹതാപെന്നൊന്നിട്ട് നീ ചുമടെടുക്കാമെന്ന് പറഞ്ഞല്ലോ. അബൂദർറേ, ഈ ചുമട് നിന്റെ തലയിലേക്ക് ഞാൻ തരാം. പക്ഷേ ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താ? നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ, പടച്ചവന്റെ മുമ്പിൽ ഈ ഉമർ തളർന്നു നിൽക്കുമ്പോ എന്റെ തലയിലെ പാപത്തിന്റെ ഭാരം നീ ഏറ്റെടുക്കുമോ അബൂദർറേ? ഗൗരവപരമായ ചോദ്യമാണ്. ചോദിക്കീൻ, കൂട്ടുകാരോട് ചോദിക്കീൻ. സിനിമ കാണാൻ വിളിക്കുന്നവനോട്, കഞ്ചാവ് വലിക്കാൻ വിളിക്കുന്നവനോട്, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ നമ്മളെ അങ്ങാടിയിലേക്ക് വിളിച്ചു പോകുന്നവനോട് ചോദിക്കും നിങ്ങൾ. ഞാൻ വരാൻ നിന്റെ കൂടെ, സിനിമ കാണാൻ വരാൻ ഞാൻ നിന്റെ കൂടെ, കള്ളു കുടിക്കാൻ കൂട്ടുകാരാ നിന്റെ കൂടെ വരാം, ആടാനും പാടാനും വരാം. പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ പാപത്തിന്റെ ചുമട് നേറ്റെടുക്കുമോ? ഉമറേ, എനിക്കതിന് കഴിയില്ല. എന്നാൽ നാവടക്കിയിട്ട് മിണ്ടാറവാ. ഈ ഉമർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. ഈ ഉമർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. എന്തേ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കൽബിൽ തൊട്ട് ചോദിക്കുക, ഇത്രയൊക്കെ ആയിട്ടും ഇനിയും എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് രക്ഷപ്പെടണമെന്ന് തോന്നാത്തത് എന്താ? ആ ഒരു തോന്നൽ വരാത്തത് എന്താ? ബാക്കി എല്ലാ പദവി നമുക്ക് കിട്ടിയില്ലേ? എല്ലാ സമ്പത്തും നമുക്ക് കിട്ടിയില്ലേ? 10-40 വർഷം ഈ ഭൂമിയിൽ ഇങ്ങനെ ആസ്വദിച്ചില്ല. ഇനി നമ്മൾ ആസ്വദിക്കാത്തത് എന്താ ഉള്ളത്? ഇനി നമ്മൾ കഴിക്കാത്തത് എന്താ ഉള്ളത്? ഇനി നമ്മൾ ആസ്വദിക്കാൻ എന്താ ബാക്കിയുള്ളത്? ഒന്ന് പറയും. ഇനി എന്താ നമുക്ക് കിട്ടാത്തതുള്ളത്? എന്നിട്ട് നമുക്ക് മതിയായില്ലേ? പടച്ചവനെ കുറിച്ചൊരു ബോധമില്ലേ? ഇനിയുള്ള ആയുസ്സുകളിൽ നന്മകൾ ചെയ്യണമെന്നൊരാഗ്രഹമില്ലേ? ഇല്ലേ?
ഉണ്ടാവണ്ടേ? അതിണ്ടായില്ലെങ്കിൽ പിന്നെ ആരോടാണ് നമ്മൾ വർത്തമാനം പറയാ? ഇത് കേട്ടിട്ടാണ് മദീനയുടെ മരുഭൂമിയിലും മണൽത്തരികൾ കരഞ്ഞുപോയത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ തെറ്റുകളോട് വിട പറയണം. എന്നിട്ട് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ അവസരത്തെ തേടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവിനെ നമ്മൾ വിടണം. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. അവര് ദുനിയാവിനെ സ്നേഹിച്ചു. വതദറൂനൽ ആഖിറ, അവർ ആഖിറത്തെ വിട്ടുകളഞ്ഞു. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ദുനിയാവിനെ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങി. ഹരഹരമാലിതവാരുന്നേ ഹസ്റാൽ മലകിതറംന്നേ അമരമർ കിട്ടരഫായുന്നേ അജലാലടുത്തൊരടിയനിലേ. മഹാനായ ശുജായി മൊയ്തു മുസ്ലിയാരുടെ ബൈത്താണിത്. എല്ലാം വിട്ടെറിഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഈ ദുനിയാവിനെ നമ്മൾ എന്തിനാണ് സ്നേഹിക്കുന്നത്? എല്ലാം ഇങ്ങോട്ട് കിട്ടുന്ന ആഖിറത്തെ നമ്മൾ എന്തിനാണ് കളയുന്നത്? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാരെ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ? ഈ ദുനിയാവിൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. അല്ലാഹു ചോദിക്കുകയാണ്, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. മനോഹരമായി ഖുർആനീക ദർശനം വിടത്തിക്കാട്ടിയ മായൂരപിഞ്ചത്തിന് മുടുവിലൂടെ ഖുർആനീക നാദധാരയുടെ മനോവിസ്മയങ്ങൾ തീർത്ത ഈ സുന്ദരമായ സന്ധ്യയിൽ വിശുദ്ധ ഖുർആനിന്റെ മനന സൗന്ദര്യത്തിന്റെ പ്രഥമ സ്ഥാനമെത്തിയവർക്ക് 3 സമ്മാനങ്ങൾ കൊടുത്തുവിട്ട ദിവസമാണെന്ന്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉറൂസുമായി ബന്ധപ്പെട്ട മനോഹരമായൊരു ദിവസമാണിത്. ഖുർആൻ മനോഹരമായി പാരായണം ചെയ്ത ഹാഫിളീങ്ങൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ്. സഹോദര സഹോദരി, നാളെ ഒരു ദിവസം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചാലും ചെയ്യാൻ കഴിയില്ല. കഴിയോ? നാളെ ഒരു ദിവസമുണ്ട്. ഇന്നിപ്പോ ഖൈറ് ചെയ്യ്, നല്ലത് ചെയ്തെന്ന് മനസ്സിൽ കയറൂല. ഇനി നാളെ ഒരു ദിവസം നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ചെയ്യണോന്ന് തീരുമാനിച്ചാൽ പറ്റൂല. ഞാൻ നോക്കട്ടെ, നമുക്കൊരു 102 ഡിഗ്രി പനി, കലശലായ പനി വന്ന് രാത്രിയിൽ ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങിച്ച് നമ്മൾ വന്ന് നല്ല ബ്ലാങ്കറ്റ് പുതച്ചതിനകത്ത് കിടക്കുക. രാത്രിയിൽ പനി വർദ്ധിച്ചു, ശരീരത്തിന്റെ ചൂട് വർദ്ധിച്ചു, 105 ഡിഗ്രി പനിയായി, കാല് കുഴഞ്ഞു. എന്നല്ലേ പറയാ? എന്താ പറയാ? കാല് കുഴഞ്ഞ്. പിന്നെ കാലുണ്ടെന്ന് നമുക്ക് തോന്നൂല. കാലിന് ഒരു 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 കുഴച്ചിൽ വന്നാല് പിന്നെ നമുക്ക് കാലുണ്ടെന്ന് തോന്നൂല. കൈകളൊക്കെ ദുർബലമായി, തൊണ്ടയൊക്കെ വരണ്ടു, കണ്ണുകളൊക്കെ മെല്ലെ മിഴികൾ കീഴോട്ട് വന്നു. ചുരുണ്ടുകൂടി ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ കിടന്ന് ആ സമയത്ത് ഒരൽപ്പം വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കാലുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധം കാലുകൾ തളർന്നു. തൊട്ടപ്പുറത്തെ കൂജയിൽ വെള്ളമുണ്ട്, അത് എടുത്ത് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പനി വന്നങ്ങ് ടെമ്പറേച്ചർ കൂടിയപ്പോ കൈ അങ്ങോട്ട് പൊന്തണില്ല, എടുക്കാൻ പറ്റണില്ല. അപ്പുറത്ത് കിടക്കുന്ന ഭാര്യയെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ വാ തുറന്നിട്ട് ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല.
അങ്ങനെയല്ലേ? അതിന് ഗൂഗിളിൽ നോക്കണം. അങ്ങനെയല്ലേ? ഒരു പനി വന്നാല്, ആ ഒരു പനി വന്നാല് കാല് കുഴഞ്ഞു, കൈകള് തളർന്നു, ചുണ്ടുവരണ്ടു, ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ നിങ്ങളൊന്ന് സക്കറാത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. കേവലം ഒരു പനി വരുമ്പോൾ നമ്മൾ ഇത്രത്തോളം ദുർബലരാകുമെങ്കിൽ മനുഷ്യ, നിങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. അതാക്കല്ല ഇതാ ബലഗത്തി തറാഖിയ വഖീല മനറാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. ഞാൻ ആ പറഞ്ഞ വിഷയത്തിന്റെ പരിസമാപ്തി കുറിക്കുകയാ. ഖൈറുകൾ ചെയ്യണമെന്ന് പറയുമ്പോ ഇനിയെങ്കിലും ചെയ്യാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കുടയുന്നൊരു ദിവസമുണ്ട്. മനുഷ്യ, നീ ചിന്തിച്ചതുപോലെയല്ല. ഇതാ ബലഗത്തി തറാഖിയ, നിന്റെ റൂഹ് വന്ന് തൊണ്ടക്കുടിയിലേക്ക് എത്തുമ്പോ, മരണദൂതൻ വന്ന് റൂഹ് പിടിക്കുമ്പോ, കൈകാലുകൾ കുടയുമ്പോൾ, കണ്ണുകളുമെല്ലാം ഇങ്ങനെ അടഞ്ഞു പോകുമ്പോൾ, നിന്റെ ശരീരം വിയർപ്പില് കുളിക്കുമ്പോൾ, തൊണ്ടയില് വെള്ളമില്ലാതെ തൊണ്ടയങ്ങ് വരണ്ടു പോകുമ്പോൾ, അതേവരെ ആശ്വാസം പറഞ്ഞ കൈകൾ അകലുമ്പോൾ, മരുന്ന് തന്ന കൈകളെല്ലാം പിൻവാങ്ങുമ്പോൾ, സാന്ത്വനം പറഞ്ഞ വാക്കുകളൊക്കെ നിന്നു പോകുമ്പോൾ, അവസാനം ഒരാളുമില്ലാതെ ആ സമയത്ത് നീ നിലവിളിക്കും, അല്ലാഹുവേ വഖീല മനറാഖ്. അല്ലാഹുവേ, കൈകൾ കുഴയുന്നല്ലോ റബ്ബേ, കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്നല്ലോ റബ്ബേ, എന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നല്ലോ അല്ലാ, ദാഹം കാരണത്താൽ തൊണ്ട ഉണങ്ങുന്നല്ലോ റബ്ബേ, വഖീല മനറാഖ്. സൂറത്തുൽ ഖിയാമ അന്ന് ഓരോരുത്തരും നിലവിളിക്കും, അല്ലാഹുവേ മനറാഖ്, എന്റെ തലയിലൊന്ന് മന്ത്രി ചൂതാനാരുണ്ട്, എന്റെ കാലുകൾ വല്ലാതെ കളരുന്നു, എന്റെ കാൽമുട്ടുകൾ ഇടിക്കുന്നു, എന്റെ തൊണ്ട വരളുന്നു, എന്റെ ഞരമ്പ് വലിയുന്നു, എന്റെ ജീവിതം തീരാൻ പോകുന്നു, എന്റെ മക്കൾ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ അകലുന്നു, എന്റെ ഭാര്യ പൊട്ടിക്കരയുന്നു, അല്ലാഹുവേ അല്ലാഹുവേ വഖീല മനറാഖ്, എന്നെ ആരാണെന്ന് ആശ്വസിപ്പിക്കുക എന്ന് ഞാൻ ആ മരണവേദനയിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ മക്കൾക്കത് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ, എന്റെ ഭാര്യക്കറിയാൻ കഴിയുന്നില്ലല്ലോ, ഒരാൾ പോലും എന്നെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ. എല്ലാം നശിക്കുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു എന്നുറപ്പാകുമ്പോ ആ സമയത്തൊരു മനുഷ്യന്റെ അവസാനത്തെ നിലവിളി, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസാനത്തെ നേരത്തെ പറച്ചിലേതെന്നറിയോ? ഇത് കബീർ ബാക്കവി പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ സമയത്ത് ഞാൻ നിങ്ങളും അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ, ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ. എത്രയോ വഅലുകളിൽ സക്കറാത്തിന്റെ അവസ്ഥ കേട്ടപ്പോ ഞങ്ങൾ ലാഘവത്വത്തോടെ കേട്ടവരാ, ഇത് ഉറപ്പാന്ന് മനസ്സിൽ ഉറപ്പിച്ചില്ലല്ലോ റബ്ബേ. വലാ സ്വല്ലാ, കൃത്യമായി നിസ്കരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ അല്ലാ. അതുകൊണ്ട് ഈ ഉറൂസിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇനി നമുക്ക് ജീവിതത്തെ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയൊരു ദിവസം വരാനുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ, സദഖ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ, നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ, എൻ്റെ ആയുസ് വെറുതെ പോയല്ലോ അല്ലാ എന്ന് നിങ്ങൾ കിടന്ന് നിലവിളിക്കേണ്ടി വരും. ആ നിലവിളി കേൾക്കാൻ ഒരാളുമില്ല, ഒരാളുമില്ലാത്ത നിലവിളി കേൾക്കാൻ ഒരാളില്ല. എന്റെ നിലവിളി എന്റെ ഭാര്യ കേൾക്കുന്നില്ല, ഞാൻ നിലവിളിക്കുമ്പോ എന്റെ മക്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല.
പക്ഷേ ഞാൻ നിലവിളി കേൾക്കാൻ കഴിയാത്തൊരു ലോകത്തേക്ക് തിരിച്ചു പോകും. സഹോദരാ, ഈ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിന്റെ ചോട്ടിൽ നിന്റെ പേരെഴുതി വെക്കുന്നതിന് മുമ്പ് ഒന്നെന്റെ ഇടതുഭാഗത്തോട്ടുള്ള ഈ സ്ഥലത്തേക്ക് നോക്ക്. നിങ്ങൾ നോക്കേണ്ട നയനചാരുതയുടെ വൈദഗ്ധ്യങ്ങൾ വെക്കുന്ന ഈ മിന്നിത്തിളങ്ങുന്ന വർണ്ണ ബൾബുകൾ ഉണ്ടല്ലോ, കാസർഗോഡ് അങ്ങാടി മുതൽ ഈ ഇവിടം വരെ നീട്ടുവെച്ചിരിക്കുന്ന നമ്മുടെ ഈ പള്ളിയുടെ മുറ്റം വരെ വെച്ചിരിക്കുന്ന അലങ്കാര ബൾബുകൾ നിങ്ങൾ നോക്കണ്ട, അതിന്റെ തെളിച്ചത്തെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വലതുഭാഗത്തേക്കൊന്ന് നോക്ക്. ഈ മീസാൻ കല്ലിൽ എഴുതപ്പെട്ട പേരില് ഒരു ദിവസം നാളെ നമ്മളെയും എഴുതപ്പെടുകയില്ലേ? വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഖത്തീബ് ഉസ്താദ് ഒരു ലിസ്റ്റ് വായിക്കും, മയ്യത്ത് നിസ്കരിക്കാനുള്ളവരുടെ ലിസ്റ്റ്. നമ്മളൊക്കെ ചില ആളുകൾ സമയമില്ലാത്തത് കൊണ്ട് ഇറങ്ങിപ്പോകും. സഹോദരാ, ഇറങ്ങിപ്പോകല്ലേ. കാരണം ഇനി ഒരു വെള്ളിയാഴ്ച ഖത്തീബ് വായിക്കുന്ന ലിസ്റ്റിൽ നിന്റെ പേരുമുണ്ടാവും. അന്ന് നിസ്കരിക്കാനില്ലാതെ ഇതേപോലെ പലരും ഇറങ്ങിപ്പോകും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് വലത്തെ ഭാഗത്തെ മീസാൻ കല്ല് നോക്ക്. ഒന്നാം മീസാൻ കല്ലിലേക്ക് നോക്ക്. ആ മീസാൻ കല്ലിന്റെ അവസ്ഥ എന്താ? വിട്ടിലെ മെത്തയും വിട്ടുപിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന്, ഉലകത്തിൽ തണി എന്നിലാരെന്ന്. പലപ്പോഴും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച രണ്ടു വരിപ്പാട്ടാണിത്. പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു കൊഴുപ്പിന് വേണ്ടി ഒരു വരി പാടിയതല്ല. പലപ്പോഴും എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന വരിയാണിത്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. നല്ല ചേലിൽ ഉടുത്തൊരുങ്ങിക്കിടക്കണ പുതിയ ആപ്ലയുടെ തലയിലേക്ക് വരുന്നടേതാ? മയ്യത്തിനേക്കാൾ വലിയ പുതിയ ആപ്ലയാരാ? മൂന്ന് നല്ല തൂവെള്ള തുണി പുതച്ചതുപോലെ ആ മയ്യത്ത് പൊതിയുമ്പോ തുണിയിലൊരു ചെറിയ ചെളി ഉണ്ടെങ്കിൽ മൊല്ലാക്ക പറയും പറ്റൂല, ഇത് മയ്യത്തിനെ പൊതിയാനുള്ളതാണ്, ചെളി പറ്റിക്കൂടാ. ആ ചെളി പറ്റാത്ത വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്ത് കണ്ണില് കർപ്പൂരം തേച്ച് വെള്ളത്തുണിയിലേക്ക് അത്തറും പൂശി പഞ്ഞിയും വെച്ച് ഈ വിരലുകൾ കൂട്ടിക്കെട്ടി, കെട്ടുകൾ മൂന്നും കെട്ടി മയ്യത്തു കെട്ടിലേറി ഒരു ദിനമുണ്ടൊരു യാത്ര, തിരിച്ചു വരാത്തൊരു യാത്ര. വിരലുകൾ കൂട്ടിക്കെട്ടിയിട്ട് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വച്ചാൽ ആ പുയ്യാപ്ലയുടെ ശരീരത്തിലേക്ക് മണ്ണുമാരിയിടുന്നതാരാ? നമ്മുടെ മക്കള്, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്. വാപ്പയൊന്ന് വീട്ടിലിരിക്കുമ്പോ വാപ്പാന്റെ ശരീരത്തിൽ ഒരൽപ്പം മണ്ണിരുന്നാൽ ഓടി വന്ന് മടിയിലേക്ക് ചാടിക്കയറി ഉപ്പാന്റെ ശരീരത്തിലെ മണ്ണ് തൂത്തുകളയുന്ന മക്കള്. അന്ന് മലർന്നു കിടക്കുന്ന ഉപ്പാന്റെ ശരീരത്തിലേക്ക് ഇതേ മണ്ണ് വാരിയിടില്ലേ? ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാഴ്ച കണ്ടിട്ട് ആ കാഴ്ചയുടെ ഭീകരാവസ്ഥ ഒന്ന് വിവരിക്കാൻ കഴിയാതെ എല്ലാരോടും പറയണമെന്നുണ്ട്. ഏറ്റവും ഭീകരമായ കാഴ്ച കണ്ടിട്ടത് പറയാൻ കഴിയാതെ നിശബ്ദരായി നിൽക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ. അവരാണ് ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാഴ്ച കണ്ടത്. അതാരെന്നറിയുമോ? അവരാണ് ഈ മീസാൻ കല്ലിന്റെ ചുവട്ടിൽ കാണുന്ന ഈ വേപ്പുമരത്തിന്റെ ഇലകളുണ്ടല്ലോ. ഈ കാണുന്ന വേപ്പുമരമില്ലേ, തൊട്ടു മുമ്പിലല്ലേ ഖബർസ്ഥാൻ. ആ വേപ്പുമരത്തിന്റെ ഇലകൾക്ക് അതിന്റെ വേരുകൾക്ക് നമ്മളോടെന്തോ പറയണമെന്നുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ഭീകരമായ കാഴ്ച കണ്ടതവരാ. ആ വാപ്പാനെ കബറടക്കിയപ്പോ, മയ്യത്തിനെ കബറടക്കിയപ്പോ ആ സമയത്ത് വെച്ച ചെടി അത് വളർന്നതിന്റെ വേരുകൾ കീപ്പോട്ടിറങ്ങി. ആ വേരുകളാണ് കബറിന്റെ ഇരുട്ട് കണ്ടത്.
അവരാണ് മുൻകർ നക്കീറിന്റെ ചോദ്യം കണ്ടത്, അവരാണ് ഖബറിൽ കിടന്ന് നിലവിളിക്കുന്നത് കണ്ടത്. ആ വേപ്പിന്റെ ചെടിയുടെ വേരുകൾക്ക് നമ്മളോട് പറയണമെന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാഴ്ച കണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നന്നായി ജീവിക്കണേ, ഖൈറുകൾ ചെയ്യണേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ. ഈ ലോകം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ലോകമാണെന്ന് ആ വേപ്പ് ചെടിയുടെ വേരുകൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അവര് പറയുന്ന ഭാഷ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് സഹോദര സഹോദരി, ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ദിവസങ്ങളിൽ ഇനി റജബും ശഅബാനും റമളാനും കടന്നു വരികയാണ്. പരമാവധി ഖൈറുകൾ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരമാവധി ആ വേപ്പ് ചെടിയൊക്കെ നമ്മളോട് ഒത്തിരി കഥ പറയുന്നുണ്ട്. ആ മീസാൻ കല്ലുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് പറയാൻ പലതുമുണ്ട്. ഇവിടെ പഹയ, ഇവിടുത്തെ ജീവിതം സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഈ തൽക്കാല ദുനിയാവിന് വേണ്ടി നീ ഇങ്ങനെ നിന്നെ ആയുസ് കളയരുതേ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയുന്നുമുണ്ട്, അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ലെന്ന് മാത്രം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാ, ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏത് നന്മകൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അതിലേക്ക് ഓടിച്ചെല്ലണം. ഒന്നാമത്തെ കാര്യം. ബാക്കി രണ്ടുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. സമയമായോ? ഇല്ല, രണ്ടും കൂടെ പറഞ്ഞ് 12 മണിക്ക് ചെല്ലാം. സമയമില്ലാതായി പോയത്. അള്ളാഹു നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനിയുള്ള ജീവിതം പരമാവധി നന്മ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയും, ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം, വയദഊനനാ റഗബൻ വറഹബ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും പ്രയാസം വന്നാലും ദുഃഖം വന്നാലും പടച്ചവനിലേക്ക് തിരിയാൻ. ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കില്ല, ആണോ? ജീവിതത്തിൽ എന്നും ചിരിക്കാൻ മാത്രം കഴിയും ആർക്കേലും? ജീവിതത്തിൽ എന്ന് സന്തോഷിക്കാൻ മാത്രം പറ്റുമോ? ജീവിതം എന്ന് പറഞ്ഞാൽ സങ്കടങ്ങളുടേതാണ്, പ്രയാസങ്ങളുടേതാണ്, ദുഃഖങ്ങളുടേതാണ്. ദുഃഖങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഒരു ദുഃഖവും ടെൻഷനും പ്രയാസവും ഒന്നും ഇല്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഒരു ടെൻഷനും ഇല്ല, ഒരു സങ്കടവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട്? ഇല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ധാരാളം സങ്കടങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണത്തിലൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് ചിലപ്പോൾ രോഗമാവാം, കടമാവാം, മാരക പ്രയാസങ്ങളാവാം, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടാവാം. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ദുബൈയിൽ നിന്നൊരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നു, ഹംദാൻ ഫൗണ്ടേഷൻ. അവിടെ വന്നപ്പോ ആ ഉമ്മ പറഞ്ഞവരെ ഏക മകൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ മകന്റെ പേരിൽ അവർക്കൊരു ഹിഫ്ള് കോളേജ് തുടങ്ങണം. അതാലോചിക്കാൻ വേണ്ടിയാണ് അവർ എൻ്റെ അടുക്കൽ വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മകന്റെ റൂഹ് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്, അത് രാത്രിയിൽ എന്നോട് സംസാരിക്കും. ഉമ്മയുടെ തോന്നലാണ്. ഉമ്മാക്ക് മകനോടുള്ള അപാരമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഇരിക്കുമ്പോ മകനെ അല്ലാഹു തിരിച്ചു വിളിച്ചു പരീക്ഷിച്ചു. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയുന്നുണ്ട്. കാരണം മക്കളോട് എല്ലാവർക്കും അത്രയ്ക്ക് സ്നേഹമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. ഏത് പരീക്ഷണം വന്നാലും അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക, അവനിലേക്ക് മടങ്ങുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹ
സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞുമോള് രോഗബാധിതയായി. ആ രോഗം കലശലായി ആ മോള് മരണത്തോട് മല്ലടിക്കാൻ തുടങ്ങിയപ്പോ മഹതിയായ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ എന്റെ ഉപ്പയോടൊന്ന് വരാൻ പറയേ, എന്റെ പൊന്നുമോള് മരണത്തോട് മല്ലടിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മകളുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുക. സഹാബത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, പ്രിയപ്പെട്ട അങ്ങയുടെ പേരക്കുട്ടി, അങ്ങയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞുമോൾ മരണത്തോട് മല്ലടിച്ചിട്ട് പിടയുന്നുണ്ട്. അങ്ങേ പ്രിയപ്പെട്ട മകൾ അന്വേഷിക്കുന്നുണ്ട് നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ സൈനബിനോട് പറ, എനിക്കൊരൽപ്പം തിരക്കാണെന്ന് പറ. എന്നിട്ട് അവളോട് പറ, വാപ്പച്ചി പറഞ്ഞെന്ന് പറ, തസ്ബിർ വതഹ്തസിബ് ഇന്ന ലില്ലാഹി മാ ഖദാ വലഹു മാ അതാ വലികുല്ലി ഷൈഇൻ അജലുൻ മുസമ്മാ. സൈനബിനോട് ക്ഷമിക്കാൻ പറ, ഇന്ന ലില്ലാഹി മാ ഖദാ വലഹു മാ അതാ, അല്ലാഹുവാണിത് തന്നതെങ്കിൽ അവന് തിരിച്ചെടുക്കാൻ അതിനുള്ള അധികാരമുണ്ട്. വലികുല്ലി ഷൈഇൻ അജലുൻ മുസമ്മാ, ഏത് വസ്തുവിനും അല്ലാഹു തീരുമാനിച്ചൊരവധിയുണ്ടെന്ന് എന്റെ പൊന്നുമോളോട് പറ. ചെയ്യപ്പെട്ട സഹോദര സഹോദരി, ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും പടച്ചവൻ ജീവിതത്തിലൊരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സങ്കടമുണ്ടെങ്കിൽ അവരോടൊരു സാന്ത്വനത്തിന്റെ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിന്റെ പേരക്കുട്ടിയാണ്. സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, സൈനബേ, ഉപ്പക്ക് തിരക്കാണ്, ഉപ്പ വരാന് സമയമില്ലെന്ന് പറഞ്ഞു, നിന്നോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയവേ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. സൈനബ് ബീവി പറഞ്ഞു, പത്ര വല്ലാഹി ലയതിയന്നൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ഉപ്പ ഇവിടെ വന്നേ മതിയാവൂ, ഉപ്പച്ചി വന്നേ മതിയാവൂ, സൈനബിനെ താങ്ങാൻ കഴിയുന്നില്ലെന്ന് പറ. സഹാബത്ത് പോയി വിവരം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുന്നവരോട് അനുവാദം വാങ്ങിച്ച് അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് വന്നു. സൈനബ് റളിയല്ലാഹു അൻഹ തന്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലയ്യ ബിത്തിഫിലി, ആ കുഞ്ഞിനെ ഇങ്ങോട്ട് താ സൈനബേ. പ്രിയപ്പെട്ട മരണാസന്നയായി കിടക്കുന്ന കുഞ്ഞുമോളെ സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കയ്യിൽ കിടന്ന്, പ്രിയപ്പെട്ട ഹബീബിന്റെ കയ്യിൽ കിടന്ന് ആ പൊന്നുമോൾ അവസാനത്തെ പിടയൽ പിടഞ്ഞു. പ്രിയപ്പെട്ട ഉപ്പാപ്പയുടെ കയ്യിൽ കിടന്ന് കുഞ്ഞുമോള് വഫാത്തായി. സഹോദരായി ആരുടെ കയ്യിലാ? ഹബീബിന്റെ കയ്യില്, അള്ളാന്റെ ഹബീബിന്റെ കയ്യില്. പൊന്നുമോള് സൈനബിന്റെ കുഞ്ഞാണ് മരിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കിടന്ന്, റിസാലത്തിന്റെ കയ്യിൽ കിടന്ന ആ കുഞ്ഞ് പെടഞ്ഞു പെടഞ്ഞു മരിച്ച് ഹബീബിന്റെ കണ്ണിൽ നിന്ന് ഒരു തുടുത്തീർ കണ്ണുനീർ തുള്ളി ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വീണപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് കരയുന്നു നബിയേ? ബദറിലെ കരയാത്ത നബി, ഉഹദിലെ കരയാത്ത നബി, ഖന്തക്കിലും പിടിച്ചു നിന്ന ഹബീബ്, അങ്ങ് കരയുന്നു നബിയേ? എങ്ങനെയാണ് ഔഫേ കരയാതിരിക്കുക? എന്റെ കുഞ്ഞുമോള് ലോകത്തോട് വിട പറഞ്ഞെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കിടന്നിട്ടാണ് കുഞ്ഞുമോള് പെടഞ്ഞു പെടഞ്ഞു മരിച്ചത്. ഏറ്റവും ഇഷ്ടമാരോടാണോ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു പറയുന്നു, പരമാവധി നന്മകൾ ചെയ്യുക. പരീക്ഷണങ്ങൾ വന്നാൽ വയദൂനനാ റഗബൻ വറഹബാ, ഏത് പ്രയാസത്തിലും പടച്ചവനിലേക്ക് തിരിയുക. തീർന്നില്ല സഹോദരാ, തന്റെ കുഞ്ഞുമോള് മരിച്ചു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോ സൈനബ് റളിയല്ലാഹു അൻഹയും മരിച്ചു, വഫാത്തായി. ഹബീബിന്റെ ജീവിതത്തെ നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ പരീക്ഷിക്കപ്പെട്ടതുപോലെ ലോകത്തൊരാളും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ
പൊന്നുമോള് മരിച്ചൊരൽപ്പനാളം കഴിഞ്ഞപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. ഹബീബിനോട് ആരോ ചെന്നിട്ട് പറഞ്ഞു മോള് മരണപ്പെട്ടുണ്ട്. ഹബീബ് കണ്ണീരോടെ ഓടി വന്നപ്പോ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് വീട്ടിലുണ്ട്. ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞു. പ്രിയപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹാ ഹബീബായ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. പെണ്ണുങ്ങളോട് പറഞ്ഞു മയ്യത്ത് കുളിപ്പിക്കാൻ സമയമായി. ആ പ്രിയപ്പെട്ട മോളുടെ മയ്യത്തിന് മുൻപിൽ വാപ്പ അങ്ങനെ തന്നെ നിന്നു. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോ അൻസാറുകളായ സ്ത്രീകളോട് പറഞ്ഞ സ്ത്രീകളെ ഇഗ്സിൽനഹാ സലാസ ഔ ഖംസൻ ഔ അർബഅ ഔ ഖംസൻ ഔ സബ്അ, എന്റെ സൈനബിനെ നിങ്ങൾ 3 പ്രാവശ്യം കുളിപ്പിക്കണേ, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 പ്രാവശ്യം. എന്നിട്ട് ആ വെള്ളത്തിൽ ഒരൽപ്പം കർപ്പൂരം ഇട്ടിട്ട് എന്റെ പൊന്നുമോള് സൈനബിനെ കുളിപ്പിക്കണേ. കുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർന്നാൽ നിങ്ങൾ എന്നോട് വിവരമറിയിക്കണേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പൊന്നുമോളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ കുളിപ്പിക്കുന്ന മറയുടെ അപ്പുറത്ത് ഭാഗത്ത് സങ്കടത്തോടെ നിന്ന പ്രിയപ്പെട്ട ഉപ്പാനെ ആലോചിച്ചു നോക്ക്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കുറെ കഴിഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ പറഞ്ഞു നബിയെ ഇന്ദഹൈനായ റസൂലല്ലാഹ്, നബിയെ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞു നബിയെ. ആ പ്രിയപ്പെട്ട ഉപ്പ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ മെല്ലെ നടന്ന് പൊന്നുമോളുടെ മയ്യത്തിന്റെ അടുക്കലെത്തി. എന്നിട്ട് താനിട്ടിരുന്ന കുപ്പായം ഊരിയിട്ട് ആ പെണ്ണുങ്ങളോട് പറഞ്ഞ് എന്റെ കുപ്പായം എന്റെ പൊന്നുമോള് സൈനബിന്റെ കഫന്നുണിയുടെ അടികത്തേക്ക് അങ്ങ് വെച്ചേക്കണേ. എന്റെ ഈ കുപ്പായം എന്റെ പൊന്നുമോളുടെ കഫന്നുണിയുടെ കൂടെ നിങ്ങൾ പൊതിയണേ. അവൾക്കത് കബറിലൊരു തുണയാവട്ടെ, മുൻകർണക്കീറിന്റെ മുമ്പിൽ അവൾക്കതൊരു സാക്ഷിയാവട്ടെ എന്ന് പറഞ്ഞ് തന്റെ റിസാലത്തിന്റെ ശരീരത്തോട് ചേർന്ന് കിടന്ന ആ കുപ്പായമെടുത്ത് കഫന്നുണിയുടെ ഉള്ളിൽ വെച്ച് നേരെ കൊണ്ടുപോയി കബറടക്കി. പിടിമണ്ണ് മാറിയിട്ട് കബറടക്കുമ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എന്റെ പൊന്നുമോള് സൈനബ് പാവമാണല്ലാ, എന്റെ സൈനബിനെ നീ കബറിൽ പരീക്ഷിക്കല്ല റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്ത് കബറടക്കി എല്ലാവരും പിരിയാൻ പോയപ്പോ അള്ളാന്റെ റസൂൽ ഒരു ചെറിയ ഉണങ്ങിക്കിടക്കുന്ന ഒരു ഈത്തപ്പന മരത്തിന്റെ കമ്പെടുത്തു. എന്നിട്ട് ആ പൊന്നുമോളുടെ കബറിന്റെ മുമ്പിലിരുന്ന് എന്തൊക്കെയോ കുത്തി വരക്കാൻ തുടങ്ങി. എന്നിട്ട് ആകാശത്തേക്ക് നോക്കും, വീണ്ടും വരക്കും, വീണ്ടും ആകാശത്തേക്ക് നോക്കും, വീണ്ടും വരക്കും, വീണ്ടും ആകാശത്തേക്ക് നോക്കും. സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് എന്ത് പറ്റി നബിയേ എന്ന് ചോദിച്ചപ്പോ കണ്ണീരോടെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട് സഹാബാ, ലൗ തഅലമൂന മാ അലമു ലലഹിതും ഖലീലാ വലബകൈതും കസീറാ. ഈ കബറിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരാള് ചിരിക്കുമായിരുന്നില്ല, നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർക്കുമായിരുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഈ പരീക്ഷണങ്ങളെല്ലാം വരുമ്പോഴും റബ്ബിലേക്ക് തിരിഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് അല്ലാഹു പറയാണ് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ ഇനിയും വരും, ഇനിയും വരും. മുഅ്മിനാണോ പ്രതീക്ഷിക്കണം, അപ്പോഴൊക്കെ റബ്ബിലേക്ക് തവക്കുലാക്കണം. മൂന്നാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്, വകാനൂ ലനാ ഖാശഈൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക. വകാനൂ ലനാ ഖാശഈൻ, ഖുശൂഅോട് കൂടി ജീവിക്കുക. അല്ലാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ വയഖിറൂന ലിൽഅദ്കാനി യബ്കൂന വയസീദുഹും ഖുശൂഅ, നിസ്കാരത്തിലും സുജൂദിലും ഒക്കെ കരയിൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ.